ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വയിൻ ടൈം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ജാക്കറ്റ് സ്റ്റൈൽ ഫ്രോക്കാണ്. ഇത് 4 വയസ്സ് മുതൽ 5.5 വയസ്സുള്ള കൊച്ചിൻ്റെ മെഷർമെൻറ്റ്സ് വെച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിന് വേണ്ടത് 1/2 മീറ്റർ തുണി വേണം ജാക്കറ്റ് തയ്ക്കാൻ, പിന്നെ 1.5 മീറ്റർ ഫ്രോക്ക് തയ്ക്കാൻ വേണം. ഇനി ജാക്കറ്റിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് ഈ പേപ്പറിൽ അടയാളപ്പെടുത്താം. ഇത് ബോഡി പാർട്ട് വെട്ടിവെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 6 ഇഞ്ച്, ഷോൾഡർ 3, ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 9.5 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത് അതെല്ലാം അടയാളപ്പെടുത്തി വെട്ടിവെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലാണ് നമ്മൾ ജാക്കറ്റിൻ്റെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുന്നത്. ആദ്യം ആ നെക്കിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്താം. അതിനുശേഷം ആ നെക്കിൻ്റെ ഇത് ആം ഹോളും ആണ്. ഇനി നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കി ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. പിന്നീട് താഴ്ഭാഗം അതിൻ്റെ 8 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതാണ് ഈ 3 പോയിന്റ്സ് വെച്ചാണ് നമ്മൾ ജാക്കറ്റ് തയ്യാറാക്കുന്നത്. ഇനി ഇതുപോലെ താഴത്തുനിന്ന് മുകളിലത്തെ പോയിന്റ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഇതുപോലെ ഷേപ്പ് കൊടുക്കണം നമ്മൾ. ഈ ഷേപ്പിലാണ് ആ ജാക്കറ്റിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഈ 2 ഇഞ്ച് എന്നുള്ളത് നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ആക്കി കൊടുക്കാം. ഇനി ഇത് വെട്ടിയെടുക്കുക. ഇതുപോലെ ഷേപ്പ് കൊടുത്ത് വേണം വെട്ടേണ്ടത്. ഇനി ഈ പീസ് നമ്മൾ ഈ ജാക്കറ്റ് തയ്ക്കുന്ന തുണീൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇതുപോലെ ട്രേസ് ചെയ്യുക. നമ്മൾ തയ്യൽ തുമ്പും കൂടി വിട്ടിട്ട് വേണം നമ്മൾ ട്രേസ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ വെട്ടുക. ഒരു പീസ് കിട്ടി. ഇനി ഇതുപോലെ ഈ തുണി മറിച്ചിട്ടിട്ട് മറ്റു തുണിയുമേ വെച്ച് ഇതുപോലെ ട്രേസ് ചെയ്യുക. അങ്ങനെ നമുക്ക് 2 പീസ് കിട്ടി കഴിഞ്ഞു. ഇനി ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ബോഡി പാർട്ട് എങ്ങനെ തയ്ക്കാൻ നോക്കാം. 10.5 ഇഞ്ച് നീളവും 8.5 ഇഞ്ച് വീതിയുള്ള ഒരു തുണി എടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. നെക്കിൻ്റെ വീതി വരുന്നത് 2.5 ഇഞ്ചാണ്. ഷോൾഡറിൻ്റെ ടോട്ടൽ വിഡ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. മാർക്ക് ചെയ്യുക. കൈക്കുഴി എടുക്കുന്നത് 5 ഇഞ്ചാണ്. ചെസ്റ്റ് വണ്ണം വരുന്നത് 6 ഇഞ്ചാണ്. വേസ്റ്റ് വണ്ണം വരുന്നത് 5.5 ഇഞ്ചാണ്. ഈ 2 പോയിന്റ്സും നമ്മൾ മാർക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഫ്രണ്ട് കമ്പോൾ ഇതുപോലെ കുറിച്ച് വെട്ടുക. അതുപോലെ 1 ഇഞ്ച് ഇതുപോലെ നീക്കി നമ്മൾ ഷേപ്പ് കൊടുക്കണം. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം.
ഈ ഫ്രോക്ക് ലൈനിങ് വെച്ചാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ വെട്ടുന്നില്ല. ഇതുപോലെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി ജാക്കറ്റ് എടുക്കാൻ പോകും. ഇനി നമ്മൾ വെട്ടാൻ പോവാണ്. ഇതുപോലെ കൈക്കുഴി വെട്ടുക. ഇനി ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ തുണി മടക്കി ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് അടയാളപ്പെടുത്താം. ഇത് സിബ് ഇട്ട് തയ്ക്കുന്നത് കൊണ്ട് നമ്മൾ 1 ഇഞ്ച് മടക്കിയ ഭാഗത്ത് നിന്ന് നീക്കിയിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ. ഇത് ഫ്രോക്കിൻ്റെ സ്കേർട്ട് ഭാഗമാണ്, അതായത് ചുരുക്കിട്ട് തയ്ക്കുന്ന ഭാഗം. ഇതിൻ്റെ നീളം വരുന്നത് 15.5 ഇഞ്ചാണ്. പ്ലസ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നീളം വരുന്നത് 9.5 ഇഞ്ച്. അപ്പോൾ ടോട്ടല് നമുക്ക് 25 ഇഞ്ചാണ് ടോട്ടൽ ഉടുപ്പിൻ്റെ നീളം വരുന്നത്. ഇതുപോലെ നമ്മളത് മെഷർ ചെയ്തിട്ട് താഴത്തെ പാർട്ട് മുറിച്ചു മാറ്റുക. ഫ്രണ്ട് പോർഷൻ എടുക്കുക. 2.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക് ഇതുപോലെ വെട്ടിയെടുക്കുക. ബാക്ക് പോർഷനും ഇതുപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ ശേഷം വേണം നമ്മൾ നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ ബാക്ക് നെക്കിന് ഇറക്കം വരുന്നത് 2.5 ഇഞ്ച് തന്നെയാണ്. ഇതുപോലെ യു ഷേപ്പ് കൊടുക്കുക. എന്നിട്ടിത് വെട്ടുക. ഇപ്പം നമുക്ക് ഫ്രണ്ടും ബാക്ക് പോർഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ജാക്കറ്റിന് ഇങ്ങനെ തയ്ക്കും നോക്കാം. ഇവിടെ ജാക്കറ്റ് ലൈനിങ് വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ തുണീൻ്റെ നല്ല വശത്ത് വേണം ലൈനിങ് വെച്ച് അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യണ്ട. ഇതുപോലെ കുഞ്ഞിയ വെട്ട് കൊടുക്കുക. എന്നിട്ടിത് ഉള്ളിലേക്ക് മറിച്ച് ഇടുക. ഇങ്ങനെയായിരിക്കും അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോയിരിക്കുന്നത്. ഇതിന് ശേഷം തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ജാക്കറ്റ് ഇതുപോലെ നല്ല വശം ചേർത്ത് ഇതുപോലെ വയ്ക്കുക. കൈക്കുഴിയും ജാക്കറ്റിൻ്റെ കൈക്കുഴിയും സെയിം ആയിട്ട് വരണം. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴ്ഭാഗം വരെ. നെക്ക് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നില്ല, കൈക്കുഴീൻ്റെ ആ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്ന. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്ത് തയ്ക്കാൻ പോവാം. ഇതിന് നമ്മൾ ലൈനിങ് വെച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ ലൈനിങ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തുണീൻ്റെ നല്ല വശത്ത് വേണം ലൈനിങ് വയ്ക്കേണ്ടത്. അതിനുശേഷം ആ നെക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ തയ്ക്കുകയാണ്. നെക്കും കൈക്കുഴിയും
ലൈനിങ് വെച്ച് തയ്ച്ചു കൊടുക്കുക. ഈ രണ്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ആ ബാക്കി പോർഷൻ നമ്മൾ വെട്ടാണ്, നെക്കിൻ്റെയും ആ കൈക്കുഴീൻ്റെയും. ബാക്ക് പോർഷനിൽ നമ്മൾ സിബ് വെച്ചാണ് തയ്ക്കുന്നത്. ഇതുപോലെ തുണീൻ്റെ നല്ല വശത്ത് വേണം ലൈനിങ് വെക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ കൈയും ആം ഹോളും കഴുത്തും തയ്ച്ചു കൊടുക്കുക. ഇതിൻ്റെ മിഡിൽ പോർഷൻ എടുത്ത് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ 1/4 ഇഞ്ച് തയ്ക്കാം. അവിടെ ആയിരിക്കും നമ്മൾ സിബ് ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതുപോലെ ഒരു ചെറിയ വെട്ട് കൊടുക്കുക. അതിനുശേഷം നടുക്കി കൂടെ നമ്മൾ ആ തയ്ച്ചതിൻ്റെ വശത്തിൽ കൂടെ നമ്മൾ ഇതുപോലെ വെട്ടാണ്. ഇനി ഈ തുണി നമ്മൾ മറിച്ചിടുക. 2 പീസും ഇതുപോലെ മറിച്ചിടുക. ഇനി ഇതുപോലെ സിബ് വയ്ക്കുക. സിബിൻ്റെ നല്ല വശത്ത് ഈ തുണി ഇതുപോലെ കൊണ്ടുവന്ന് വയ്ക്കണം. ആ സിബിൻ്റെ അരികത്ത് വേണം നമ്മൾ ഈ തുണി വയ്ക്കേണ്ടത്. ഇതുപോലെ വെച്ച് അതിൻ്റെ അരികത്ത് കൂടെ നമ്മൾ തയ്ച്ചു പോവുക. ഇതുപോലെ സിബ് നമ്മൾ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അരികത്ത് കൂടെ വേണം നമ്മൾ തയ്ക്കേണ്ടത്. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനിയിപ്പോൾ ഈ വശം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിബ് റെഡി ആയി. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതുപോലെ 2 ഫ്രണ്ടും ബാക്കിൻ്റെയും നല്ല വശം ചേർത്ത് പിടിച്ച് 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ തയ്ക്കാം. ഇനി ഈ തുണി നമ്മൾ തിരിച്ചിടുക. ഇപ്പോൾ നമ്മുടെ ജാക്കറ്റ് തയ്ച്ച്. ഇനി നമ്മൾ താഴത്തെ സ്കേർട്ട് പോർഷൻ എങ്ങനെ തയ്ക്കും നോക്കാം. ഇതുപോലെ തുണീൻ്റെ നല്ല വശം എടുക്കുക. അതിനുശേഷം ആ സ്കേർട്ട് പോർഷൻ്റെ ഭാഗവും നല്ലതെടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ആക്കി 1/2 ഇഞ്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇതൊരു പീസാണ് ഫ്രണ്ടിലേക്ക് എടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് ഇതുപോലെ തന്നെ വേറെ പീസ് എടുക്കണം. ബാക്കും ഫ്രണ്ടും നമ്മുടെ സ്കേർട്ട് പോർഷൻ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞു. ഇനി 2 വശം നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതുപോലെ തുണീനെ തിരിച്ചിടുക. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുകയാണ്. ആദ്യം കൈക്കുഴിയാണ്. കൈക്കുഴി 4.5 ഇഞ്ച് അടയാളപ്പെടുത്താം. 2 സൈഡിലും ഇതുപോലെ ചെയ്യാം. ചെസ്റ്റ് 1 എടുത്തിരിക്കുന്നത് 10.5 ഇഞ്ചാണ്. 10 11 ഇഞ്ചോ ലൂസ് അനുസരിച്ച് ഇടുക. ഇനി ബോഡി പാർട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 9.5 ഇഞ്ചാണ്. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേസ്റ്റ് 1 ആണ്. അത് ഇതുപോലെ താഴ്ഭാഗം വെച്ച് നോക്കാം.
വരുന്നത് 11.5 ഇഞ്ചാണ്. ഈ 2 പോയിന്റ്സും നമ്മൾ ജോയിൻ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫുൾ ലെങ്ത് എത്ര വരണേ നോക്കാം. ഷോൾഡർ തുടങ്ങി താഴെ വരെ 25 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം സൈഡ് വശം ലൈനിങ്ങും നല്ല തുണിയും എല്ലാം ഒരുമിച്ച് ഒരേപോലെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഉടുപ്പിൻ്റെ പുറകേയിൽ ഒരു കെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കെട്ട് ഇതുപോലെ വൈറ്റ് തുണിയിൽ മടക്കി തയ്ച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ബാക്ക് വശത്ത് ഉള്ളിലായിട്ട് വേണം ആ തുണി വെക്കേണ്ടത്. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും തുണി അകത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സൈഡ് വശവും എല്ലാം കഴിഞ്ഞു നമ്മുടെ. ഈ അടിവശം ഇതുപോലെ ടോട്ടൽ ലെങ്ത് 25 വരുന്നത്. മാർക്ക് ചെയ്തിട്ട് അടിവശം ഇതുപോലെ മടക്കി തയ്ക്കാം. ഇപ്പം നമ്മുടെ ജാക്കറ്റ് സ്റ്റൈൽ ഫ്രോക്ക് റെഡി ആയി കഴിഞ്ഞു. ഇവിടെ ഒരു റിബൺ പോലെ വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കെട്ടിടാൻ എളുപ്പമുണ്ടാവും. ഒരു ബോയും ഭംഗിക്ക് വെച്ചിട്ടുണ്ട്.